നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ടി.ടിയെ പിന്നിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി, അതും തൃശ്ശൂരിൽ. ടി.ടി ഇ.കെ. വിനോദിൻ്റെ വാർത്തകൾ ഒരുപക്ഷെ 2 ദിവസങ്ങൾ കൂടി മാധ്യമങ്ങളിലുണ്ടാകും. അത് കഴിഞ്ഞ് ഈ കഥയും നമ്മൾ മറക്കും. അടുത്ത ഇരയെക്കാത്ത് ഇത്തരം അന്യസംസ്ഥാന കൊലയാളികൾ ഇനിയും കേരളത്തിലുണ്ടാകും. എത്ര നിസ്സാരമായിട്ടാണ് ഒരു മനുഷ്യനെ കൊലപ്പെടുത്താൻ കഴിയുന്നത്? കേരളത്തിലെത്തി ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എത്രയെത്ര അക്രമങ്ങൾ കാട്ടിക്കൂട്ടുന്നു. അതിനൊന്നും അവർക്ക് മടിയില്ല, ഭയമില്ല. ടിക്കറ്റില്ലാതെ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് ഈ ടി.ടിയോടുള്ള അവൻ്റെ പക. പിന്നീട് ടി.ടി വാതിൽക്കലെത്തിയപ്പോൾ ഇവൻ പിന്നിൽ നിന്ന് പോയി അദ്ദേഹത്തെ തള്ളിയിട്ട് കൊലപ്പെടുത്തി. തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിൻ്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കടന്നുപോയി. റെയിൽവേ ഉദ്യോഗസ്ഥർക്ക് പോലും ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ട സ്ഥിതിവിശേഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. മനസ്സമാധാനത്തോടെ ഒരു ട്രെയിൻ യാത്ര, അത് നമുക്ക് പോലും ഇപ്പോൾ അസാധ്യമാണ്. മിക്ക ട്രെയിനുകളും കൈയടക്കുന്നത് ഇത്തരം അതിഥി തൊഴിലാളികൾ. അവർ കൂട്ടത്തോടെ കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ അവിടെ അവരുടെ തോന്നിവാസങ്ങളാണ്. അതിഥി തൊഴിലാളികൾ എന്ന ഓമനപ്പേരിൽ ഇവരെയൊക്കെ സൽക്കരിക്കുന്നവർ തന്നെയാണ് ഇത്തരം അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നത്. ഇന്നലെ കട്ടപ്പനയിൽ ഒരു വീടിന് മുന്നിലെത്തി അക്രമം കാണിക്കുന്നതും ഒരു അന്യസംസ്ഥാന തൊഴിലാളി തന്നെ. റിസർവ് ചെയ്യുന്ന സീറ്റുകൾ പോലും ബലമായി കൈയടക്കുന്ന രീതിയാണ് ഇവർ പൊതുവെ അവലംബിക്കുന്നത്. ടി.ടി വിനോദിനെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തൊട്ടു പിന്നാലെ ആ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന യാത്രക്കാർ ഭയപ്പെട്ട് മറ്റൊരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറുന്നു. ഇതാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. ദുരന്തങ്ങളുടെ ഇരകൾ അവർ മാത്രമെല്ലാം അനുഭവിക്കുന്നു. അതൊന്ന് ചോദ്യം ചെയ്യാൻ ത്രാണിയുള്ളവർ പോലും ഇപ്പോൾ കേരളത്തിൽ കുറവാണ്. രാവിലെ ജോലി ചെയ്യാനിറങ്ങിയ ഒരു മനുഷ്യൻ വൈകിട്ട് ഒരു അതിഥി തൊഴിലാളിയുടെ ക്രൂരതയ്ക്കിരയായി. ഇത്തരം അന്യസംസ്ഥാന കൊലയാളികൾ ഇനി പുറം ലോകം കാണരുത്. അവർക്ക് നേരെ എന്നേക്കുമായി കേരളത്തിൻ്റെ അതിർത്തികൾ കൊട്ടിയടയ്ക്കണം. അതിന് കഴിയുമോ ഈ സംസ്ഥാനത്തിന്? എത്രയെത്ര ജീവനുകളാണ് ഇവർ തകർത്തെറിഞ്ഞത്. ഇനി ഇവനെപ്പോലുള്ള ക്രിമിനലുകളെ ജയിലിൽ നമ്മൾ തീറ്റിപ്പോറ്റും. അവനു വേണ്ടി വാദിക്കാൻ ഏതെങ്കിലുമൊക്കെ അഭിഭാഷകർ അങ്ങ് മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പറന്നിറങ്ങും. ഇവനൊക്കെ കൊടും മാഫിയകളുടെ ഭാഗമായിരിക്കാം. ഞാൻ 2 കൈകൊണ്ടും തള്ളി, അവൻ പുറത്തേക്ക് വീണു, എന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകൂ. ട്രെയിനിൽ കയറി ആ കൊലയാളിയെ പിടികൂടിയ RPFനോട് ഒരു കൂസലുമില്ലാതെ അവൻ വിളിച്ചു പറഞ്ഞു. പ്രതി രജനികാന്തയുടെ മാനസികാവസ്ഥ വിശദീകരിച്ചുകൊണ്ടിനി വിദഗ്ധർ രംഗത്തെത്തും. ഒരുപക്ഷെ അവനു വേണ്ടി വാദിക്കാനും അവനു വേണ്ടി ഭാഗം പറയാനുമൊക്കെ ഈ കേരളത്തിൽ ആളുകളുണ്ടാകും. പാലക്കാട് വച്ച് റെയിൽവേ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മാത്രമല്ല, തൃശൂർ റെയിൽവേ പോലീസ് RPF ചോദ്യം ചെയ്യുമ്പോഴും ഒരു കൂസലമില്ലാതെ അവൻ ഇതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് പ്രതി ട്രെയിനിൽ കയറിയത്. വിനോദിനെ തള്ളിയിട്ടതിന് ശേഷം അവൻ തിരികെ സീറ്റിൽ പോയി കിടന്നു. RPF വരുമ്പോഴും ഇവൻ കിടക്കുകയായിരുന്നു. പാലക്കാട് റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പിന്നീട് തൃശ്ശൂരിലെത്തിച്ചു. ഭിന്നശേഷിക്കാരനാണ് പ്രതി. അതുകൊണ്ട് തന്നെ ആ വകയിൽ ചില ആനുകൂല്യങ്ങൾ അവന് പ്രതീക്ഷിക്കാം. കുന്നുംകുളത്തെ ഒരു ബാറിൽ ജീവനക്കാരനാണ് ഇവൻ. പിടിയിലായ പ്രതി രജനീകാന്തയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ക്രിമിനൽ പശ്ചാത്തലവും സ്വഭാവവും ഇവനുണ്ട്. ഇന്നലെ മദ്യപിച്ച് ജോലിക്ക് വന്നപ്പോൾ ഇയാളെ പറഞ്ഞു വിട്ടുവെന്നാണ് ബാറുടമ പറയുന്നത്. 2 മാസം മുൻപാണ് ഇയാൾ അവിടെ ജോലിയിൽ പ്രവേശിച്ചത്. രജനീകാന്തിയുടെ ക്രിമിനൽ പശ്ചാത്തലം അന്വേഷിക്കുന്നു എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എറണാകുളം പട്ന എക്സ്പ്രസിലാണ് സംഭവം നടന്നത്. ടിക്കറ്റ് ചോദിച്ചതിൻ്റെ പകയാണ് ഈ അന്യസംസ്ഥാന തൊഴിലാളിയെ പ്രകോപിതനാക്കിയത്. കെ. വിനോദിനെ ഇതര സംസ്ഥാന തൊഴിലാളി ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ വിവരം ഞെട്ടലോടെയാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ കേട്ടത്. എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് വിനോദ്. നല്ല സഹൃദയൻ, കലാകാരൻ. സഹപ്രവർത്തകരുമായും നാട്ടുകാരുമായുമൊക്കെ നല്ല ബന്ധം സൂക്ഷിക്കുന്ന വ്യക്തി. പിതാവ് വേണുഗോപാലൻ നായർക്കൊപ്പവും മാതാവ് ലളിതയ്ക്കൊപ്പവും വർഷങ്ങളായി സൗത്തിലെ റെയിൽവേ ക്വാർട്ടേഴ്സിലായിരുന്നു വിനോദിൻ്റെ ജീവിതം. സൗത്ത് റെയിൽവേ ബംഗ്ലാവിലെ ജീവനക്കാരനായിരുന്നു വിനോദിൻ്റെ പിതാവ് വേണുഗോപാൽ. വിനോദിൻ്റെ സഹോദരി സന്ധ്യ എളമക്കരയിലായിരുന്നു താമസം. ജനുവരി 28 മഞ്ഞുമൽ മൈത്രി നഗറിൽ വെച്ച പുതിയ വീടിൻ്റെ പാലുകാച്ചലിന് സഹപ്രവർത്തകരെയൊക്കെ വിനോദ് ക്ഷണിച്ചിരുന്നു. ഫെബ്രുവരി 4 അവിടെ താമസം തുടങ്ങി. എന്നാൽ പൊന്നുമോനുമൊത്ത് ഒരുപാട് കാലം തനിക്ക് താമസിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ഇപ്പോൾ വിനോദിൻ്റെ അമ്മ.
അമ്മയുടെ പേര് ചേർത്ത് ലൈറ്റ് നമ്പർ 7 വീടിന് ലളിത നിവാസ് എന്ന പേരിട്ടു. 2 വർഷമേ ആയുള്ളൂ വിനോദ് ടിറ്റിയുടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുവരെ ഡീസൽ ലോക്കോ ഷെഡിലായിരുന്നു അയാളുടെ ജോലി. സിനിമാ പ്രവർത്തകരുമായി വളരെ അടുത്ത ബന്ധം. പുലിമുരുകനിൽ മോഹൻലാലുമൊപ്പം വേഷം പങ്കിട്ടു. എപ്പോഴും ചെറിയ വേഷങ്ങളിലാണ് വിനോദിനെ പ്രേക്ഷകർ കാണുന്നത്. SRV സ്കൂളിൽ സംവിധായകൻ ആഷിഖ് അബു പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സതീർത്ഥ്യനായിരുന്നു. ആ ബന്ധമാണ് വിനോദിനെ സിനിമാ ലോകത്തേക്ക് അടുപ്പിച്ചത്. ആഷിഖ് ചിത്രമായ ഗാങ്സ്റ്ററിൽ മമ്മൂട്ടിയുടെ ഗുണ്ടാ സംഘത്തിലെ പ്രധാനിയായി അഭിനയിച്ചു. വില്ലാളി വീരൻ, മംഗ്ലീഷ്, ഹൗ ഓൾഡ് ആർ യു, അച്ചാദിൻ തുടങ്ങിയ സിനിമയിൽ അഭിനയിച്ചു. സിനിമാ രംഗത്ത് വിനോദ് കണ്ണൻ എന്നാണ് അറിയപ്പെടുന്നത്. ടിക്കറ്റ് എടുക്കാതെ ഇതര സംസ്ഥാന യാത്രക്കാർ തിങ്ങി നിറഞ്ഞ് യാത്ര ചെയ്യുന്ന ട്രെയിനാണ് എറണാകുളം പട്ന എക്സ്പ്രസ്. ആഴ്ചയിൽ 3 ദിവസമാണ് ഈ ട്രെയിനുള്ളത്. സഹപ്രവർത്തകരുണ്ടായ ആപത്തിനു മുന്നിൽ പകച്ചു നിൽക്കാതെ ജാർഖണ്ഡ് സ്വദേശി ദിനേശ് മാജിയും കോട്ടയം കഞ്ഞിക്കുഴി സ്വദേശി സഞ്ജു അഗസ്റ്റിനും നടത്തിയ ഇടപെടലാണ് ഇന്നലെ പ്രതിയെ കൃത്യസമയത്ത് പിടികൂടാൻ സാഹചര്യമൊരുക്കിയത്. കൊല്ലപ്പെട്ട വിനോദിനൊപ്പം ഇതേ ട്രെയിനിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരാണ് ദിനേശ് മാജിയും സഞ്ജു അഗസ്റ്റിനും. ഇവർ ഉൾപ്പെടെ 6 TTമാർ ആ ട്രെയിനിലുണ്ടായിരുന്നു. വിനോദ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് 11-ാം നമ്പർ കോച്ചിൽ. ഇതിന് തൊട്ടടുത്ത 9-ാം നമ്പർ കോച്ചിൽ ദിനേശ് മാജിയും 7-ാം നമ്പർ കോച്ചിൽ സഞ്ജുവും. സംഭവം നടന്നപ്പോൾ പ്രതി കൂടുതൽ അക്രമകാരിയാകും എന്ന് ഭയന്ന് 11-ാം നമ്പർ കോച്ചിലുണ്ടായിരുന്ന യാത്രക്കാർ തൊട്ടടുത്ത കോച്ചിലേക്ക് കടന്നു കളഞ്ഞു. വിനോദിൻ്റെ പ്രായം 48 വയസ്സ്. പ്രതി ഒഡീഷ ഗഞ്ച ബഡഗോച്ച സ്വദേശി രജനികാന്ത രണജിത്തിൻ്റെ പ്രായം 42 വയസ്സ്. വൈകിട്ട് 6:45 തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്റ്റേഷനടുത്ത് വെച്ചായിരുന്നു ഈ സംഭവം. പ്രതി തള്ളി വീഴ്ത്തിയതിനെ തുടർന്ന് തൊട്ടടുത്ത ട്രാക്കിലേക്ക് വിനോദ് തെറിച്ചു വീണു. മറ്റൊരു ട്രെയിനിന് അടിയിൽപ്പെട്ടു. ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത രജനികാന്തയോട് S11 കോച്ചിൽ നിന്ന് തൊട്ടടുത്ത സ്റ്റേഷനിലെത്തുമ്പോൾ ഇറങ്ങണമെന്ന് TT പറഞ്ഞിരുന്നു. പാലക്കാടായിരുന്നു അടുത്ത സ്റ്റോപ്പ്. ഇതിനുശേഷം TT വാതിലിനരികിലെത്തി ഇത്തിരി വെള്ളം കുടിക്കുമ്പോൾ പ്രതി പിന്നിൽ നിന്നെത്തി വിനോദിനെ തള്ളിയിടുകയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതി തങ്ങളെയും ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഭയന്ന യാത്രക്കാർ ചങ്ങല പോലും വലിച്ചില്ല. പിന്നീട് സഞ്ജു അഗസ്റ്റിൻ, മാജി എന്നീ സഹ TTമാരെ വിവരമറിയിച്ച് അവരെത്തിയാണ് ചങ്ങല വലിക്കുന്നത്. റെയിൽവേ പോലീസും RPFും വരുമ്പോൾ ഇയാൾ കിടക്കുകയായിരുന്നു. തൃശ്ശൂരിൽ നിന്നും 9 കിലോമീറ്റർ അകലെയാണ് മുളങ്കുന്നത്തുകാവ് സ്റ്റേഷൻ. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ അപ്പുറത്ത് മുളങ്കുന്നത്തുകാവ് ഓവർബ്രിഡ്ജിനടുത്ത് കണ്ടെത്തിയ മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പിന്നീട് മാറ്റി. റെയിൽവേ ജീവനക്കാരനായിരുന്ന പിതാവ് വേണുഗോപാലൻ നായർ 2002 മരിച്ചത്. തുടർന്ന് വിനോദിന് ജോലി ലഭിച്ചു. ക്യാൻസറിനെ അതിജീവിച്ചതിനു ശേഷം TT കേഡറിലേക്ക് വിനോദ് മാറി. അനധികൃത യാത്രക്കാരിൽ നിന്നായി മാസം 10 ലക്ഷം രൂപ വരെ പിഴയടപ്പിച്ചിട്ടുണ്ട് വിനോദ്. ജോലിയിൽ ആത്മാർത്ഥത കാട്ടുന്ന ഒരു യുവാവ്. വിനോദിന് സംഭവിച്ച ദുരന്തം ഇപ്പോൾ സഹപ്രവർത്തകരെ ഏറെ കരയിക്കുന്നു. എനിക്കിനി ആരുണ്ടടാ, ഇതിനാണോ മോനെ നീ പുതിയ വീട് പണിത് അമ്മയ്ക്ക് തന്നത്? ലളിതയുടെ നിലവിളി കണ്ടുനിന്നവർക്കും നാട്ടുകാർക്കുമൊന്നും കരച്ചിൽ അടക്കാൻ കഴിയുന്നില്ല. മഞ്ഞുമൽ കുണ്ടാപ്പാടം റോഡ് മൈത്രി ലൈനിലെ വീട്ടിൽ വൈകിയാണ് ഈ വാർത്തയെത്തിയത്. മകൻ്റെ ദുരന്ത വാർത്ത അമ്മയിൽ നിന്ന് വൈകുന്നേരം വരെ നാട്ടുകാർ മറച്ചുവെച്ചു. രാത്രിയോടെ സഹോദരി സന്ധ്യ എത്തിയപ്പോഴാണ് അമ്മയെ വിവരമറിയിച്ചത്. ജനുവരി 28 പുതിയ വീടിൻ്റെ പാല് കാച്ചൽ. ഫെബ്രുവരി 4 അമ്മയ്ക്കൊപ്പം തുടങ്ങിയ താമസം. പുതിയ വീട്ടിൽ താമസം തുടങ്ങി വെറും 2 മാസം മാത്രം. മഞ്ഞുമൽ നിവാസികൾക്കൊക്കെ പരിചിതനാണ് വിനോദ്. TT ജോലി മാത്രമല്ല, ഒരു സിനിമാ നടൻ എന്ന ഖ്യാതി കൂടിയുണ്ട് നാട്ടിൽ. ചൊവ്വാഴ്ച ഉച്ചവരെ അമ്മയ്ക്കൊപ്പം കഴിഞ്ഞ് 3:30 ജോലിക്കായി പുറപ്പെട്ടത്. അമ്മയെ പൊന്നുപോലെ ജീവനായിരുന്നു വിനോദിന്. തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് 1992 മുതൽ എറണാകുളത്ത് താമസം. പുതിയ വീട്ടിലേക്ക് മാറും മുൻപ് എളമക്കര പോണേക്കരയിൽ സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം അമ്മയ്ക്കൊപ്പം ഒരു വീട് വാടകയ്ക്കെടുത്തായിരുന്നു വിനോദിൻ്റെ താമസം. ഏറെ ആഗ്രഹിച്ച് പണിത പുതിയ വീട്. പക്ഷെ ദുരന്തം, വിധി അത് മറ്റൊന്നായിരുന്നു. 40ഓളം സിനിമകളിൽ ഇതിനകം തന്നെ വിനോദ് അഭിനയിച്ചു. റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴ ചോദിച്ചതിനെ തുടർന്നുണ്ടായ പകയാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതിയെ തൃശ്ശൂരിലേക്ക് മാറ്റുന്നതിനായി വൈദ്യപരിശോധനയ്ക്ക് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും അവനൊരു കൂസലുമില്ലാത്ത പ്രതികരണം. ജനറൽ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തതിന് പിഴയായി 1000 രൂപ ചോദിച്ചെന്നും അത് തൻ്റെ കൈവശമുണ്ടായിരുന്നില്ല എന്നും പ്രതി പറയുന്നു.
അതുകൊണ്ടാണ് താൻ TTയെ തള്ളിയിട്ടത് എന്നൊരു കൂസലുമില്ലാതെ അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ അന്യസംസ്ഥാന കൊലയാളിയെ ന്യായീകരിക്കാൻ ചിലർ കളത്തിലിറങ്ങും. അവൻ മദ്യലഹരിയിലായിരുന്നു, അവൻ ഭിന്നശേഷിക്കാരനാണ്, അവൻ്റെ മാനസികാവസ്ഥ ശരിയല്ല എന്നൊക്കെ ചിലർ പറഞ്ഞു പരത്തിയേക്കാം. ആലുവയിൽ ഒരു പിഞ്ചു കുഞ്ഞിനോട് ചെയ്ത കൊടും ക്രൂരത നമുക്കൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. വർഷങ്ങൾക്ക് മുൻപ് തീപ്പൊള്ളലേറ്റ് കാലിലെ പേശികൾ ചുരുങ്ങിയതിനാൽ പ്രതിക്ക് നടക്കാൻ പ്രയാസമുണ്ട്. 2 ആഴ്ച മുൻപ് ഇരുചക്രവാഹനമിടിച്ച് രണ്ടാമത്തെ കാലിനും പരിക്കേറ്റു. മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് ഇയാളെ താങ്ങിപ്പിടിച്ചാണ് നടത്തിക്കൊണ്ടുപോയത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇയാൾ തൃശ്ശൂരിലെത്തി കുന്നുംകുളത്ത് ഹോട്ടലിൽ ശുചീകരണ തൊഴിലാളിയായി പണി ചെയ്യുന്നു. TTയെ തള്ളിയിടുന്നത് ഒഡീഷ സ്വദേശികളായ 2 പേർ നേരിൽ കണ്ടിരുന്നു. എന്നാൽ ഇവർക്ക് കുറ്റകൃത്യം തടയാനുള്ള സമയം കിട്ടിയിരുന്നില്ല എന്നവർ പോലീസിനോട് പറഞ്ഞു. ഇവരുടെ മൊഴി പാലക്കാട് പോലീസ് രേഖപ്പെടുത്തി. എറണാകുളം മുതൽ ഈറോഡ് വരെയായിരുന്നു വിനോദിന്റെ ഡ്യൂട്ടി. വാതിലിന് സമീപത്ത് വെച്ചാണ് തർക്കമുണ്ടായത്. അടുത്ത പാതയിലൂടെ വന്ന പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് പോകുകയായിരുന്ന ട്രെയിൻ വിനോദിന്റെ ശരീരത്തിൽ കയറി. 100 മീറ്റർ പരിധിയിലെങ്കിലും ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. ഡീസൽ ലോക്കോ ടെക്നീഷ്യനായിരുന്നു വിനോദ്. 2 വർഷം മുൻപാണ് TT ആയത്. ജീവനേക്കാൾ സിനിമയെ സ്നേഹിച്ച ഒരു കലാകാരൻ. ചൊവ്വാഴ്ച തീവണ്ടി യാത്രയ്ക്കിടെ കൊല്ലപ്പെട്ട റെയിൽവേ ഉദ്യോഗസ്ഥൻ വിനോദ് കണ്ണനെ ഓർത്ത് ഇപ്പോൾ സഹപ്രവർത്തകരും തേങ്ങുന്നു. നാടകരംഗത്തും മിമിക്രി മേഖലയിലുമൊക്കെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് വിനോദ്. കേരളം അതിഥി തൊഴിലാളി ക്രിമിനലുകളുടെ ഒരു താവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ബംഗളൂരിൽ പഠനാർത്ഥവും ജോലിക്കുമൊക്കെ പോകുന്ന ഒരുപാട് യുവതികളും പെൺകുട്ടികളുമൊക്കെയുണ്ട് കേരളത്തിൽ. അവർ പലപ്പോഴും ഒറ്റയ്ക്കാണ് ട്രെയിനിൽ മടങ്ങി വരുന്നത്. എല്ലാവർക്കും ഇപ്പോൾ ഭയമാണ് ട്രെയിൻ യാത്ര പോലും. ഇത്തരം ക്രിമിനലുകൾ എവിടെയാണ് പതുങ്ങിയിരിക്കുന്നത് എന്നെങ്ങനെ അറിയും? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.